സൗന്ദര്യത്തിന് സ്വർണ്ണ തിളക്കം നൽകാൻ ഇനി ലക്ഷങ്ങൾ വേണ്ട. പാരമ്പര്യത്തിന്റെ തനിമയും കരവിരുതും ഒത്തുചേരുന്ന ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി ഇപ്പോൾ ചേലക്കരയിലും. സ്ത്രീ മനസ്സുകൾ കൊതിക്കുന്ന പാലക്കാമാലകൾ, നാഗപടം, കാശിമാല, മുല്ലമുട്ടുമാല എന്നിങ്ങനെ പൈതൃകത്തിന്റെ ധന്യതയാർന്ന അപൂർവ ഡിസൈനുകൾ. ആഘോഷങ്ങൾക്ക് മാത്രമല്ല, നിത്യോപയോഗത്തിന് മണിയാൻ പറ്റിയ ആഭരണങ്ങളും പുത്തൻ തരംഗമായ കരിമണി മാലകളും ഇവിടെയുണ്ട്. വിശ്വസ്തയുടെ അടയാളമായി ഓരോ ആഭരണത്തിനും 6 മാസത്തെ ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കുട്ടികൾക്കായി പ്രത്യേക ശേഖരവും ട്രെൻഡി നെക്ലേസുകളും പാദസരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വർണത്തോട് കിടപിടിക്കുന്ന ഈ ആഭരണങ്ങൾ മിതമായ നിരക്കിൽ സ്വന്തമാക്കാൻ ഇന്നു തന്നെ സന്ദർശിക്കൂ ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി, കനറ ബാങ്കിന് എതിർവശം, ചേലക്കര. ചേലക്കരയിൽ കായിക പ്രേമികളുടെ പ്രതിഷേധം. മുഖാരിക്കുന്ന് മൈതാനത്തിന്റെ നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. 1 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയ ചേലക്കര SMT സ്കൂളിന്റെ മുഖാരിക്കുന്നത്തുള്ള കളിസ്ഥല നവീകരണ പ്രവൃത്തികൾ മാസങ്ങൾ പിന്നിട്ടിട്ടും ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. വിശ്വപ്രസിദ്ധമായ തലമ പന്ത് കളിക്ക് വേദിയാകേണ്ട ഈ മൈതാനം നവീകരണത്തിന്റെ പേരിൽ താറുമാറാക്കിയിരിക്കുന്നത് കായിക പ്രേമികളെയും നാട്ടുകാരെയും ഒരുപോലെ വലയ്ക്കുകയാണ്. കളിക്കാനുമുള്ള ഇതുണ്ട്. ഇവിടെയൊക്കെ ക്രിക്കറ്റ് കളിച്ചിരുന്നു പിള്ളേര്. കാരണം അവര് വേറെ ഗ്രൗണ്ട് ഇതായി പോയി. കാരണം അവിടെയും കളി ഇതില്ല എന്നാണ് പറയണത്. അത്രയും ഒരു ലിമിറ്റഡ് സ്പേസേ ഉള്ളൂ. ഇത്ര ഏരിയ ഉള്ള ഗ്രൗണ്ട് ഇതാണ് ഏറ്റവും ചേലക്കരയിൽ വെച്ചിട്ട് ഏറ്റവും നല്ല. അതാണ് ഈ ഇങ്ങനത്തെ ഒരു രീതിയിലാക്കി തന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഒരു ഇതാക്കി തരിക, നടക്കാനുള്ളതോ അല്ലെങ്കിൽ കളിക്കാനുള്ള യോഗ്യം ആക്കി തരിക എന്നുള്ളതാണ്. ഇത് 1.5 മാസം കൊണ്ട് പണി ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇവര് പണി ആരംഭിച്ചത്. അതിനുശേഷം ഇപ്പൊ മാസം 2 കഴിഞ്ഞു. ഇത് ഈ കോലാക്കി ഇട്ടു. ഇനിയിപ്പോ ഇത് മഴക്കാലം വരാൻ പോണത്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇവിടെ പണി നടക്കില്ല. അപ്പൊ പിന്നെ ഓണം വരുന്നു, തലമപ്പന്ത് കളികൾ വരാൻ പോകുന്നുണ്ട്, അതുപോലെ കുട്ടികളെ ഗെയിമുകൾ വരാൻ പോകുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ഇനി ഇവിടെ നടക്കാൻ പോണില്ല. എങ്ങനെ ഒരു 6 മാസത്തിൽ ഇവിടെ ഒരു നടത്തോ അല്ലെങ്കിൽ ഒരു കലാപരിപാടികളോ ഒന്നും ഇവിടെ നടക്കില്ല. അപ്പം നമുക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഒന്നെങ്കിൽ ഇത് പണി പൂർത്തീകരിക്കുക, അതല്ലെങ്കിൽ ഇതിനെ പഴയ അവസ്ഥയിലാക്കി തരിക. എന്തിനാ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം ഇടപാടുകൾ ഞങ്ങൾ ചോദിക്കുന്നത്? അല്ലെങ്കിൽ ജനങ്ങളുടെ അടുത്ത് പറയട്ടെ എന്താണ് ഇതിന്റെ ബുദ്ധിമുട്ട് എന്ന് അറ്റ്ലീസ്റ്റ് പറയട്ടെ. മനസ്സിലായോ? അപ്പം നമുക്ക് അതിനുള്ള എന്തെങ്കിലും സൊല്യൂഷൻ കൊടുക്കാമല്ലോ. ജനങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്താലല്ലേ ഇത് ഒന്നും ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ? ഇവിടുത്തെ ഈ അവസ്ഥ കണ്ടല്ലോ, മണ്ണുകൾ കൂട്ടിയിട്ടുള്ളത്. ഇത് എവിടെയെങ്കിലും ഉണ്ട് അങ്ങനത്തെ അവസ്ഥകൾ? ഒരു നല്ല ഗ്രൗണ്ടിനെ കൊണ്ടുപോയിട്ട് ആകെ മൺകുമ്പാരങ്ങളാക്കി ആളുകൾക്ക് നടക്കാനും പറ്റില്ല, കുട്ടികൾക്ക് കളിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയിലാക്കി തീർത്തില്ല അപ്പോൾ ഇതിനൊക്കെ. അപ്പോൾ നമുക്കിതിലുള്ള പ്രതിഷേധമുണ്ട് നാട്ടുകാരെ നിലയ്ക്ക്. ഈ വെക്കേഷൻ സമയമാണ്. വെക്കേഷൻ സമയമായതുകൊണ്ട് ഈ കുട്ടികൾക്കൊക്കെ ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും. വികസനം വേണ്ടാന്നൊന്നും നമ്മൾ പറയുന്നില്ല. വികസനം വേണം, അത് ആളുകൾക്ക് ഉപയോഗപ്രദമാവണം, ജനങ്ങളെ സഹായിക്കുന്ന തരത്തിലാവണം. ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള വികസനങ്ങൾ എന്തിനാ ഈ നാട്ടുകാരെ ദ്രോഹിക്കുന്നത്? അതാണ് നമുക്ക് പറയാനുള്ളത്. ചേലക്കരയിലെ പ്രധാന വ്യായാമ കേന്ദ്രവും കുട്ടികളുടെ അവധിക്കാല വിനോദ കേന്ദ്രവുമായ ഈ മൈതാനം നിലവിൽ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ചേലക്കര പഞ്ചായത്തിലെ ഏറ്റവും വലിയ നല്ല ഗ്രൗണ്ടായിരുന്നു ഇത്. ഒരുപാട് ആളുകൾ ഇവിടെ നടക്കാൻ കാലത്ത് വരാറുണ്ട്. അതുപോലെ ഈ പരിസരത്തുള്ള കുട്ടികളൊക്കെ കളിക്കാനുള്ള ഒരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിനെയാണ് ഈ കോലാക്കി തീർത്തിരിക്കുന്നത്. ഇത് 1 മാസം കൊണ്ട് പണിയാന്നാണ് ഇവർ പറഞ്ഞത്. ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. ഇനിയിപ്പോൾ മഴക്കാലം വരാൻ പോകുന്നത്. മഴക്കാലമായി ഈ പണി നടക്കില്ല. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഒന്നുകിൽ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി പൂർത്തീകരിക്കുക, അല്ലെങ്കിൽ ഇത് പഴയ അവസ്ഥയിലാക്കി തരാമെന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. ഇത്തരം ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ വികസനമൊന്നും നമുക്ക് ആവശ്യമില്ല. ഇപ്പം നമുക്കറിയാം വാഴക്കോട് പ്ലാഴി റോഡിൻ്റെ അവസ്ഥ. 2-2.5 വർഷമാണ് വ്യാപാരികളും നാട്ടുകാരും ഒരുപാട് ബുദ്ധിമുട്ടി. ആ റോഡ് കണ്ട പൊട്ടിപ്പൊളിഞ്ഞു പോയി. അതിൻ്റെ നടപ്പാത കണ്ടില്ലേ, കയറ്റി ഇറങ്ങുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ പൈപ്പ് ലൈനുകൾ വാട്ടർ അതോറിറ്റിയുടെ അതൊക്കെ പൊട്ടിപ്പൊളിച്ച് വെള്ളം. അപ്പോൾ ഒരുപാട് ദ്രോഹങ്ങളും ബുദ്ധിമുട്ടുകളാണ് ഇത്തരം വികസനം കൊണ്ട് നാട്ടുകാർക്കുള്ളത്. അപ്പോൾ അങ്ങനെ നാട്ടുകാരെ ദ്രോഹിക്കുന്ന ഇത്തരത്തിലുള്ള വികസനങ്ങളും ചെയ്യാതിരിക്കുക, ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക, എത്രയും പെട്ടെന്ന് ഈ ഗ്രൗണ്ടിൻ്റെ പണി പൂർത്തീകരിക്കുക, അതല്ലെങ്കിൽ ഇത് പഴയ പോലെ ആക്കി തരിക. എത്രയാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിലച്ചതോടെ കടുത്ത പൊടിശല്യമാണ് പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. JCB കൊടുത്തിട്ടാണ് പണി നടക്കുന്നത്. അതുപോലെ പെട്ടെന്ന് നമുക്ക് തീരില്ലെങ്കിൽ അത് കൂടുതൽ ആൾക്കാരെ വെച്ചിട്ട് അത് പണി നടത്തിയാലാണ് ശരിയാവുള്ളൂ. അല്ലാണ്ട് നമ്മളായിട്ട് ഇടങ്ങറൊക്കെ കുറേ ദിവസമായി നമ്മളത് സഹിക്കാൻ തുടങ്ങിയിട്ട്. രാവിലെ മുതൽ ഈ വൈകുന്നേരം വരെ പൊടി ശ്വസിക്കുക. അതിലെന്തേലും ഒരു തീരുമാനമാക്കി തരണം ഞങ്ങൾക്ക്. ഈ പണി നിർത്താനോ ഒന്നിനും പറയണില്ല. അതിനല്ല, നമ്മുടെ ബുദ്ധിമുട്ടും കൂടെ അവർ മനസ്സിലാക്കണ്ടേ? അത്രേ വേണ്ടുള്ളൂ. ഇത്രയും പെട്ടെന്ന് ഈ പണി ഇത് തുടങ്ങി വെച്ചിട്ട് കുറേ ആയി. ഒരാൾ വരിക, പിന്നെ ഒരു മഴ ചാറുമ്പോൾ പിന്നെ അവർ നിർത്തും. ഒരു 5-6 ദിവസത്തേക്ക് എന്താ ചോദിച്ചാൽ
പൊടി കാരണം മഴ കാരണം കൊണ്ട് ആകെ ഇത് കുതിർന്നു. അപ്പോൾ പണിയാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് ഇതുവരെ ആൾ വരും, ഒരു JCB വരും, കുറച്ച് നേരം പണിയാൻ അവർ പോകും, പിന്നെ അത് നിർത്തും, പിന്നെ അത് പിറ്റത്തെ ദിവസത്തേക്കാണ് വരില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ വരുള്ളൂ. അത് എത്രയും പെട്ടെന്ന് ആ പണി തീർക്കുക, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇവിടെയുള്ളവരൊക്കെ രോഗികളായി മാറും. അതുകൊണ്ടാ സമീപവാസികൾക്കും കാൽനട യാത്രക്കാർക്കും ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. നവീകരണ ജോലികൾ അനിശ്ചിതമായി നീളുന്നതിൽ വലിയ ജനരോഷമാണ് ഉയരുന്നത്. ബുദ്ധിമുട്ടുണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ബുദ്ധിമുട്ടാതെ കാര്യം നടക്കില്ലല്ലോ. അപ്പൊ അത് കാരണം ആ പണി എത്രയും പെട്ടെന്ന് നടക്കാനുള്ള ഒരു സംവിധാനം ചെയ്യണം. ഞങ്ങൾക്ക് ഇവിടെ അടുത്തുള്ളവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ശരിയാണ്, ഞാൻ പ്രായം കൂടിയ ആളാണ്, ഇവിടെ കുട്ടികളുണ്ട്, ഒക്കെ ശരിയാ. സ്കൂൾ കുട്ടികൾ പിന്നെ അതേനെയുള്ള യാത്രക്കാരും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമുക്ക് പണി നടക്കണം, അത് നല്ലൊരു ഐഡിയ ആണ്, നന്നായി നടക്കണം. ഗവൺമെന്റ് കണ്ടെത്തിയതിന് യാതൊരു കുറ്റവുമില്ല, പക്ഷെ അത് പണി വേഗം നടക്കണം. വരാനിരിക്കുന്ന മഴക്കാലത്തിന് മുൻപെങ്കിലും ഈ സ്പോർട്സ് ഹബിന്റെ പണി പൂർത്തിയാക്കി കായിക താരങ്ങൾക്കായി തുറന്നു കൊടുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് CCV. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ BM സൂപ്പർ വാല്യൂ ഒരുക്കിയ ഫെസ്റ്റിവൽ സ്കീമിന്റെ ആദ്യഘട്ട നറുക്കെടുപ്പ് ഏപ്രിൽ 20 തിങ്കളാഴ്ച സൂപ്പർ വാല്യൂവിൽ വെച്ച് നടക്കും. തവണകൾ മുടങ്ങാതെ അടച്ചു തീർത്ത ഉപഭോക്താക്കൾക്കാണ് നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ അവസരമുള്ളത്. നിലവിൽ കുടിശ്ശികയുള്ളവർക്ക് ഏപ്രിൽ 20 തുക അടച്ച് ഭാഗ്യശാലികളാകാം. കൂടാതെ ഇപ്പോൾ 1000 രൂപ അടച്ച് പുതുതായി സ്കീമിൽ ചേരുന്നവർക്കും ഈ നറുക്കെടുപ്പിന്റെ ഭാഗമാകാൻ സാധിക്കും. ഒന്നാം സമ്മാനമായി വാഷിംഗ് മെഷീനും 2ാം സമ്മാനമായി ടെലിവിഷനും കൂടാതെ 10ഓളം പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് വിജയികളെ കാത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9447670162 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. BM സൂപ്പർ വാല്യൂ ചേലക്കര.